നമസ്കാരം. എന്നാലും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ദ്രോഹം കാണിച്ചു കളഞ്ഞല്ലോ. അബിൻ വർക്കിയോട് ഒരുതരം പെറുക്കിയാക്കി മാറ്റിയ ആ രീതി ഉണ്ടല്ലോ, ആ ദുഃഖത്തിൽ കേരളം പങ്കുചേരണം. ഞാൻ എൻ്റെ ആ ദുഃഖം, അല്ലെങ്കിൽ അബിൻ വർക്കിയോടുള്ള ആ അവഗണനയുടെ ആ ദുഃഖം ഞാൻ പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. എന്തെല്ലാം പ്രകടനമായിരുന്നു! മാങ്ങാണ്ടി വീണതിന് പിന്നാലെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ പലയിടങ്ങളിലും ഓപ്പറേറ്റ് ചെയ്ത് അബിൻ വർക്കി എന്നുള്ള രീതിയിലുള്ള പേരുകൾ ഉയർത്തിക്കാട്ടി അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പലരും മോഹന വാഗ്ദാനം കൊണ്ട് നടന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ് കൊടുത്ത് തൂങ്ങാൻ നിൽക്കുന്നു എന്നാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചറിയിച്ചത്. അതായത് ഇന്ന് രാത്രി അവർ കാവല് കിടക്കുകയാണ്. ഹൃദയം പൊട്ടുന്ന ഒരു തീരുമാനമല്ലേ ജനീഷ് കുമാറിനെ ഇപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആക്കി തീരുമാനിച്ചത്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയാണ് മഹായോഗ്യൻ എന്നുള്ള രീതിയിൽ ഈ അച്ചായൻ ബെൽറ്റിലൂടെ വലിയ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. പക്ഷേ കോൺഗ്രസിലെ പുതിയ ഐ ഗ്രൂപ്പ് എന്ന സവർണ ഗ്രൂപ്പുകാർക്ക് അങ്ങനെ അച്ചായന്മാരെ വളർത്തിക്കൊണ്ടുവന്ന ഇനി ഒരു ചാണ്ടിയും ഇനി ഒരു അന്തോണിച്ചനും വളർന്നു വന്നാൽ അത് വലിയ വെല്ലുവിളിയാകും. അതുകൊണ്ട് അവന്മാരെ ഒന്നും വളർത്താനേ പാടില്ല എന്ന നിലയ്ക്ക് ആ പേര് വെട്ടി മൂലയിൽ വെക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു ഈ അടുത്ത കാലത്തെ ചാനൽ ചർച്ചകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശോഭിച്ചിരുന്ന അബിൻ വർക്കി